We saw how free radicals are generated. They are generated either as a result of endogenous metabolic activity or by exposure to exogenous physical agents. Okay. Either way, when they are produced, they can lead to a chain reaction. എങ്ങനെയാണ് chain reaction lead ചെയ്യുന്നത്? They can attack, in order to become stable, they will attack purely stable, normal ആയിട്ടുള്ള biomolecules like lipids, proteins and ന്യൂക്ലിക് ആസിഡ്സ്. അപ്പോൾ ഇവരെല്ലാം അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ദേ ക്യാൻ സ്റ്റീൽ ഇലക്ട്രോൺസ് ഫ്രം ദം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വെൻ ദേ അറ്റാക്ക് ദി ബയോമോളിക്യൂൾ, ദേ വിൽ മേക്ക് ദ ബയോമോളിക്യൂൾ ഓർ ട്രാൻസ്ഫോം ദ ബയോമോളിക്യൂൾ ഇൻ ടു എ ഫ്രീ റാഡിക്കൽ. അപ്പോൾ എന്ത് ചെയ്യും? ആ ഫ്രീ റാഡിക്കൽ പോയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ബയോമോളിക്യൂളിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ആ അറ്റാക്ക് ചെയ്ത മോളിക്യൂളിനെ ഫ്രീ റാഡിക്കൽ ആക്കും. ആൻഡ് ദിസ് ഗോസ് ഓൺ ആൻഡ് ഓൺ. അപ്പോൾ ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ ആയി പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ബയോമോളിക്യൂൾസ് അറ്റാക്ഡ് ആവും. അതുവഴി നമ്മുടെ സെല്ലുലാർ കോമ്പണൻസ് എല്ലാം അറ്റാക്ഡ് ആവും. അങ്ങനെ നമുക്ക് പല ഡിസീസ് കണ്ടീഷൻസും വരും. ഇതിനെല്ലാം കൂടി കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഇഫ് ദ ഫ്രീ റാഡിക്കൽ ദാറ്റ് വാസ് ജനറേറ്റഡ് ഇനീഷ്യലി വാസ് എ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, ഓൾ ദ സ്ട്രെസ് കോസ്ഡ് ഇസ് നോൺ as ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഇനി അതല്ല റിയാക്റ്റീവ് നൈട്രജൻ സ്പീഷീസ് ആണ് വന്നതെങ്കിൽ അപ്പോൾ അത് കാരണം കോസ് ചെയ്യുന്ന സ്ട്രെസ്സിനെ നൈട്രോസേറ്റീവ് സ്ട്രെസ് എന്ന് നമ്മൾ വിളിക്കും. ഇനി ഈ ഫ്രീ റാഡിക്കൽ ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് പോയാൽ നമുക്ക് സ്ട്രെസ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പല ഡിസീസും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്കാവഞ്ചർ സിസ്റ്റംസ് ഉണ്ട്. ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചിങ് സിസ്റ്റംസ് നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന ഫ്രീ റാഡിക്കലിനെ ഫെർദർ ഡാമേജ് ഉണ്ടാക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. അതിനെ സ്റ്റേബിളാക്കി മാറ്റും. അങ്ങനെ ചെയിൻ റിയാക്ഷൻസ് പ്രോഗ്രസ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒന്നും വരാതെ നമ്മുടെ ബോഡി അതിനെ രക്ഷിക്കും. അപ്പോൾ എപ്പോഴാണോ whenever there is an imbalance, അതായത് ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷേ അതിനും വേണ്ടിയിട്ട് അതിനെ ക്വെഞ്ച് ചെയ്യാൻ മാത്രമുള്ള എന്തില്ല നമ്മുടെ കയ്യിൽ, ആൻറ്റി ഓക്സിഡൻസ് ഇല്ല എങ്കിൽ എന്ത് പറ്റും? ഈ ഫ്രീ റാഡിക്കൽസ് എസ്കേപ്പ് ചെയ്ത് ഇതുപോലെ ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ ബയോമോളിക്യൂൾസിനെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് സ്ട്രെസ്ഡ് അല്ലെങ്കിൽ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സോ നൈട്രോസേറ്റീവ് സ്ട്രെസ്സോ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോമോളിക്യൂളായ ലിപ്പിഡിനെ അറ്റാക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലിപ്പിഡ് peroxidation. Let's see what happens in lipid peroxidation. So lipid peroxidation, it can be described as a process under which oxidants such as free radicals attack lipids containing carbon-carbon double bonds. അപ്പം കാർബൺ ഡബിൾ ബോൺസ് ഉള്ള ലിപ്പിഡിനെ ഈ പറയുന്ന ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. വിത്ത് ബൈ attacking the lipid or performing lipid peroxidation, എന്താണ് ഫ്രീ റാഡിക്കൽ ചെയ്യുന്നത്? ഫ്രീ റാഡിക്കൽ ആക്ച്വലി സ്റ്റീൽസ് ഇലക്ട്രോൺ ഫ്രം ദം, മേക്കിംഗ് ദ ലിപ്പിഡ് ഇൻ ടു എ ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് നടക്കുന്നത് എങ്ങനത്തെ ലിപ്പിഡ്സിലാണ്? കാർബൺ ഡബിൾ ബോൺസ് ഉള്ള അല്ലെങ്കിൽ അൺസാച്ചുറേഷൻ പ്രസന്റ് ആയിട്ടുള്ള ലിപ്പിഡ്സിലാണ് ഈ ലിപ്പിഡ് പെറോക്സിഡേഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനത്തെ ഏത് ലിപ്പിഡാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അതിൽ തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ലിപ്പിഡ് പെറോക്സിഡേഷന് എപ്പോഴും സസെപ്റ്റബിൾ ആയിട്ടുള്ള ലിപ്പിഡ്സ് എന്ന് വിളിക്കുന്നത്. സോ PUFAs, polyunsaturated fatty acids, they are always vulnerable to attack of the free radical, and this is known as lipid peroxidation. അപ്പോൾ എപ്പോഴൊക്കെയാണോ പോളി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലിപ്പിഡ്സിനെ ഫ്രീ റാഡിക്കൽസ് അറ്റാക്ക് ചെയ്യുന്നത് ആ പ്രോസസ്സിനെയാണ് ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ലിപ്പിഡ് പെറോക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ ലിപ്പിഡിൽ നിന്ന് ലിപ്പിഡ് ഒരു ഫ്രീ റാഡിക്കലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്തു? ഫ്രീ റാഡിക്കലിന് ലിപ്പിഡിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺസ് കിട്ടിയപ്പോൾ അത് സ്റ്റേബിളായി. പകരം ആര് ഫ്രീ റാഡിക്കലായി മാറി? ലിപ്പിഡ് ഫ്രീ റാഡിക്കലായിട്ട് മാറി. Now let's see what are the different process or steps involved in lipid peroxidation and how this lipid peroxidation is kept under control. അപ്പോൾ ലിപ്പിഡ് പെറോക്സിഡേഷനിൽ മോസ്റ്റ് പ്രിവലൻ്റ് ആയിട്ടുള്ള റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, അതായത് ലിപ്പിഡിനെ അറ്റാക്ക് ചെയ്യുന്ന മോസ്റ്റ് പ്രിവലൻ്റ് ആയിട്ടുള്ള റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ് ഹൈഡ്രോക്സിൽ റാഡിക്കലും അതുപോലെ ഹൈഡ്രോ പെറോക്സിൽ റാഡിക്കലും. ഈ രണ്ട് റാഡിക്കലുമാണ് സാധാരണ ലിപ്പിഡ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്ന
റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ്, അതായത് ലിപ്പിഡ്സിനെ ഫ്രീ റാഡിക്കൽ അറ്റാക്ക് ചെയ്യുകയും അത് ഒരു പരിധി കഴിഞ്ഞാൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് നടക്കുന്നത് 3 സ്റ്റെപ്സ് ആയിട്ടാണ്. First step is initiation, second is propagation, then the third is termination. Initiation എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയായിരിക്കുമല്ലോ, ലിപ്പിഡിനെ വന്നിട്ട് ഫ്രീ റാഡിക്കൽ അറ്റാക്ക് ചെയ്യുന്ന ആ തുടങ്ങുന്ന സ്റ്റെപ്പിനെയാണ് ഇനീഷ്യേഷൻ എന്ന് വിളിക്കുന്നത്. പ്രൊപ്പഗേഷൻ എന്താണ്? വൺസ് ഫ്രീ റാഡിക്കൽ അറ്റാക്സ് the lipid is converted into a free radical, and this free radical lipid will attack its adjacent lipid. അതായത് ഇത് കൂടുതലും നടക്കുന്ന പ്ലാസ്മ മെംബ്രെയിനിലെ ലിപ്പിഡ്സിലൊക്കെയാണ്. അപ്പം നമുക്കറിയാലോ, ലിപ്പിഡ്സ് ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഒരു ലിപ്പിഡിനെ ഫ്രീ റാഡിക്കൽ വന്നിട്ട് അറ്റാക്ക് ചെയ്തു റാൻഡം ആയിട്ട്. ആ ലിപ്പിഡ് ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറി അത് തൊട്ടടുത്തിരിക്കുന്ന അതിൻ്റെ നെയ്ബറിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പം അതിനെയാണ് എന്ത് വിളിക്കുക? പ്രൊപ്പഗേഷൻ. ഇപ്പം ഒരു ഫ്രീ റാഡിക്കൽ വന്നു, ഇപ്പം ഇത് നമ്മുടെ സെൽ മെംബ്രെയിനിലെ ലിപ്പിഡ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ ഫ്രീ റാഡിക്കൽ വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഈ ലിപ്പിഡ് എന്തായിട്ട് മാറും? ഇതൊരു ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറും. ഈ ഫ്രീ റാഡിക്കൽ അഡ്ജസൻറ്റ് ലിപ്പിഡിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും ആൻഡ് മേക്സ് ദിസ് ലിപ്പിഡ് ഇൻറ്റു എ ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് തൊട്ടടുത്തിരിക്കുന്ന ആളെ പോയി അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഇത് പ്രോഗ്രസ് ചെയ്ത് എന്തായിട്ട് മാറും? ചെയിൻ റിയാക്ഷൻ ആയിട്ട് മാറും. ഈ സ്റ്റെപ്പിനെയാണ് എന്ത് വിളിക്കുക? പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുക. സോ ദിസ് കാൺ ബി കണ്ടിന്യൂഡ്, റൈറ്റ്? അപ്പോൾ ഇത് ഒരിക്കലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. ബിക്കോസ് അത് അൺചെക്ഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരിധി കഴിഞ്ഞാൽ എന്നല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രീ റാഡിക്കലിനെ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ടെർമിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു ഇനീഷ്യേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പ്രോ ഓക്സിഡൻറ്റ്, അതായത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകൾ, ദേ അബ്സ്ട്രാക്ട് ദ അലീലിക് ഹൈഡ്രജൻ ഫോമിങ് എ കാർബൺ സെൻറ്റേർഡ് ലിപ്പിഡ് റാഡിക്കൽ. ദ കാർബൺ സെൻറ്റേർഡ് ലിപ്പിഡ് റാഡിക്കൽ, അതായത് ഇവിടെ കാണാം നമുക്ക്, ഇതൊരു അൺസാച്ചുറേറ്റഡ് ലിപ്പിഡ് ആയിരുന്നു. ഇതിലേക്ക് ഫ്രീ റാഡിക്കൽ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജൻ ആണ് അലീലിക് ഹൈഡ്രജൻ. സോ ഈ ഹൈഡ്രജനെ റിമൂവ് ചെയ്തുകൊണ്ട് പോയി ആൻഡ് ദ ഫ്രീ റാഡിക്കൽ ബിക്കെയിം സ്റ്റേബിൾ. അതാണ് ഈ ഹൈഡ്രജൻ നഷ്ടപ്പെട്ടതായിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽ വന്ന് അറ്റാക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു കോൺഫിഗറേഷണൽ ചേഞ്ച് ഉണ്ടായല്ലോ. അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി there will be a molecular rearrangement that proceeds after the free radical attack. Free radical attack കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു molecular rearrangement നടക്കും and converts, as a result of this rearrangement, this molecule is converted into a conjugated diene. എന്താണ് conjugated diene എന്ന് പറഞ്ഞാൽ? ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതായിരുന്നു നമ്മുടെ മെംബ്രെയിനിലിരിക്കുന്ന എന്ന് വിചാരിക്കാം. അൺസാച്ചുറേറ്റഡ് ലിപ്പിഡ് ഇവിടെ ഉണ്ട്. അതിലേക്ക് ഫ്രീ റാഡിക്കൽ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു കാർബൺ സെൻറ്റേർഡ് ലിപ്പിഡ് റാഡിക്കൽ ഫോം ചെയ്യുന്നു. അതാണ് ഇത്. അപ്പോൾ ഇവിടെ ഉണ്ടായ ഈ ചേഞ്ചിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു മോളിക്കുലർ റീഅറേഞ്ച്മെന്റ് നടക്കുന്നു. എങ്ങനെയാണ് മോളിക്കുലർ റീഅറേഞ്ച്മെന്റ് നടന്നത്? മോളിക്കുലർ റീഅറേഞ്ച്മെന്റ് നടന്നതിൻ്റെ ഭാഗമായിട്ട് ദിസ് എൻറ്റയർ ലിപ്പിഡ് ഇസ് കൺവേർട്ടഡ് ഇൻറ്റു എ കോൺജുഗേറ്റഡ് ഡൈൻ. എന്താണ് കോൺജുഗേറ്റഡ് ഡൈൻ? കോൺജുഗേറ്റഡ് സിസ്റ്റം എന്താണെന്ന് അറിയാലോ, ഓൾട്ടർനേറ്റിംഗ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ്. അപ്പം ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ടായി, ഇവിടെ വീണ്ടും ഒരു ഡബിൾ ബോണ്ടായി. അങ്ങനെ ഇത് ഓൾട്ടർനേറ്റിംഗ് സിസ്റ്റം ആയിട്ട് മാറുകയാണ്. ഇവിടെ വീണ്ടും സിംഗിൾ ബോണ്ട്. അപ്പം ഫ്രീ റാഡിക്കൽ അറ്റാക്ക് ചെയ്തു, ലിപ്പിഡ് എന്തായിട്ട് മാറി? ഒരു കാർബൺ സെൻറ്റേർഡ് ആയിട്ടുള്ള ലിപ്പിഡ് റാഡിക്കൽ ആയിട്ട് മാറി. ഇനി എന്ത് ചെയ്യാം? ഈ ലിപ്പിഡ് റാഡിക്കലിന് ഒരു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഈ ലിപ്പിഡ് റാഡിക്കലിന്, അതായത് റീഅറേഞ്ച്മെന്റ് കഴിഞ്ഞ ലിപ്പിഡ് റാഡിക്കലിന് ദിസ് ക്യാൻ റിയാക്ട് വിത്ത് ഓക്സിജൻ. ഇവിടെ ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജനുമായിട്ട് ആര് റിയാക്ട് ചെയ്യും? ലിപ്പിഡ് റാഡിക്കൽ റിയാക്ട് ചെയ്യും. അന്നേരം ഫോം ചെയ്യുന്നതാണ് ലിപ്പിഡ് പെറോക്സിൽ റാഡിക്കൽ. ലിപ്പിഡ് പെറോക്സിൽ റാഡിക്കൽ ഇസ് ഫോംഡ്. സോ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലിപ്പിഡ് പെറോക്സിൽ റാഡിക്കൽ ആണ് ഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ഇറ്റ്സ് റിയാക്ഷൻ വിത്ത് ദ മോളിക്കുലർ ഓക്സിജൻ. ഓക്കെ, ഇനി ഈ ലിപ്പിഡ് പെറോക്സിൽ റാഡിക്കൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യാം? തൊട്ടടുത്തിരിക്കുന്ന ഒരു അൺസാച്ചുറേറ്റഡ് ലിപ്പിഡ്, സ്റ്റെബിലൈസ്ഡ് ആയ അൺസാച്ചുറേറ്റഡ് ലിപ്പിഡ്, അതിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുമായിട്ട് എന്ത് ചെയ്യാം? റിയാക്ട് ചെയ്യാം. സോ ഈ പറയുന്ന ലിപ്പിഡ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ലിപ്പിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു.
അപ്പോൾ ഇതൊരു ചെയിൻ റിയാക്ഷൻ്റെ പ്രൊപ്പഗേഷൻ ആണ്. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റെപ്പിൽ ഫ്രീ റാഡിക്കൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു ആൻഡ് ഒരു റീഅറേഞ്ച്മെന്റ് നടക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ റീഅറേഞ്ച്മെന്റ് നടന്നതിന്റെ ഭാഗമായിട്ട് ഒരു കോൺജുഗേറ്റഡ് ഡൈൻ ആയിട്ട് മാറുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്, ഇതിന്റെ പ്രൊപ്പഗേഷൻ ആണ്, ഈ ചെയിൻ റിയാക്ഷന്റെ പ്രൊപ്പഗേഷൻ തുടങ്ങുകയാണ്. എങ്ങനെയാണ് തുടങ്ങിയത്, ഈ റാഡിക്കലിന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാം, അങ്ങനെ അത് ലിപ്പിഡ് പെറോക്സിൽ റാഡിക്കലായി കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, പെറോക്സിൽ റാഡിക്കലായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മറ്റൊരു അൺസാച്ചുറേറ്റഡ് ലിപ്പിഡുമായിട്ട് ലിപ്പിഡിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതെന്ത് സംഭവിക്കും, അതിനെയും വീണ്ടും ഒരു റാഡിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ആരോ കണ്ടല്ലോ, ഇത് വീണ്ടും ഒരു റാഡിക്കലായിട്ട് മാറുകയാണ് ചെയ്യുക. ഈ ലിപ്പിഡ് ഒരു റാഡിക്കലായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. വി ഹാവ് ടു സ്റ്റോപ്പ് ദിസ് പ്രോസസ് അറ്റ് ആൻ ഇൻസ്റ്റന്റ്, അല്ലേ? ഒരു സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിനെ, ആ സ്റ്റെപ്പിനെ വിളിക്കുന്നതാണ് ടെർമിനേഷൻ സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിവിടെ ഫ്രീ റാഡിക്കൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സ്കാവൻ ചെയ്യാനായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് മോളിക്യൂൾസ് വരും. അത് എൻസൈം ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മെറ്റൽ അയോൺസ് ആയിരിക്കാം, മറ്റു പല കോമ്പൗണ്ട്സും ആയിരിക്കാം. എനിവേ, ആൻറ്റി ഓക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് വിൽ ഡൊണേറ്റ് ഹൈഡ്രജൻ ടു ദ പെറോക്സിൽ റാഡിക്കൽ. ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഹൈഡ്രജനെ കൊടുക്കും. അതിൻ്റെ സ്റ്റെപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എന്ത് സംഭവിക്കും, ഹൈഡ്രജനെ ഇതാ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിപ്പിഡ് പെറോക്സിൽ റാഡിക്കലിനെ എന്തായിട്ട് മാറ്റി, ലിപ്പിഡ് ഹൈഡ്രോ പെറോക്സൈഡ് ആക്കി മാറ്റി. ലിപ്പിഡ് ഹൈഡ്രോ പെറോക്സൈഡ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കലിന് അത്രയും ഹാംഫുൾ അല്ല, എങ്കിലും അതൊരു നോൺ റാഡിക്കൽ സ്പീഷീസ് ആണ്. ഇറ്റ് ക്യാൻ ഓൾസോ കോസ് ഹാം. അതായത് ലിപ്പിഡ് ഹൈഡ്രോ പെറോക്സൈഡ് കമ്പാരിറ്റീവ്ലി ലെസ് ഹാംഫുൾ ആണെന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഫോമിലേക്കാണ് ഈ പറയുന്ന ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ ടെർമിനേഷൻ കഴിയുമ്പോഴത്തേനും ലിപ്പിഡ് റാഡിക്കലിനെ മാറ്റുന്നത്. ഓക്കെ, സോ ദർ ആർ 3 steps. One is the initiation, second is the propagation, and third is the termination. ഇനി ഇത് ഈ ലിപ്പിഡ് പെറോക്സിഡേഷൻ്റെ പ്രോഡക്ട്സ് എന്താണെന്ന് നോക്കാം. ദർ ആർ പ്രൈമറി പ്രോഡക്ട്സ് ആസ് വെൽ ആസ് സെക്കൻഡറി പ്രോഡക്റ്റ്. പ്രൈമറി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലിപ്പിഡ് ഹൈഡ്രോ പെറോക്സൈഡ് ആണ്. ഇതാണ് പ്രൈമറി പ്രോഡക്റ്റ്. പ്രൈമറി പ്രോഡക്റ്റ് എവിടെ നിന്നാണ് ഉണ്ടായത്, ആൻറ്റി ഓക്സിഡൻറ്റ് ലിപ്പിഡ് പെറോക്സിൽ റാഡിക്കലിന് ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് ആര്, ലിപ്പിഡ് ഹൈഡ്രോ പെറോക്സൈഡ്. അവർ നോൺ റാഡിക്കൽ ആണ്, ബട്ട് ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി ഹാംലെസ്. ഓക്കെ, so in contrast to free radical, they are relatively more stable. That means they are comparatively less harmful. So these in serum could be useful to predict the oxidative stress in tissue. അപ്പോൾ ഇതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നടത്താം. ഈ പറയുന്ന ലിപ്പിഡ് ഹൈഡ്രോ പെറോക്സൈഡിൻ്റെ എമൗണ്ട് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ എമൗണ്ട് നമ്മുടെ ആവണമെന്നില്ല. ഇപ്പം നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓർഗനിസത്തിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന സ്ട്രെസ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്തോരമാണെന്ന് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കോമ്പൗണ്ടിൻ്റെ, അതായത് ലിപ്പിഡ് ഹൈഡ്രോ പെറോക്സൈഡ് വിച്ച് ഇസ് എ പ്രൈമറി പ്രോഡക്റ്റ് ഓഫ് ലിപ്പിഡ് പെറോക്സിഡേഷൻ, അതിനെ ക്വാണ്ടിഫൈ ചെയ്താൽ നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മാർക്കർ. ദെൻ വൺസ് ഫോംഡ് ദിസ് ക്യാൻ ബി ടാർഗറ്റ് ഓഫ് ഡിഫറെൻറ്റ് റിഡക്ഷൻ റിയാക്ഷൻസ്. അപ്പോൾ ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ അണ്ടർഗോ മെനി റിഡക്ഷൻ റിയാക്ഷൻ, റിസൾട്ട് ഇൻ പെറോക്സിഡേറ്റീവ് ഡാമേജ് ഇൻഹിബിഷൻ ഓർ പെറോക്സിഡേറ്റീവ് ഡാമേജ് ഇൻഡക്ഷൻ. അപ്പോൾ ഇത് പല റിഡക്ഷൻ റിയാക്ഷനിലും ടേക്ക് പാർട്ട് ചെയ്യാം. അത് ടേക്ക് പാർട്ട് ചെയ്യുന്നതോടെ ഒന്നെങ്കിൽ ഇത് ഒരു ഡാമേജ് ഇൻഹിബിഷൻ, അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള റിയാക്ഷൻ ആയിരിക്കാം, ഒന്നെങ്കിൽ ആ റിഡക്ഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ഈ ലിപ്പിഡിൻ്റെ ആക്ഷൻ, ഫ്രീ റാഡിക്കലിൻ്റെ ആക്ഷൻ കാരണം ഉണ്ടായ റിയാക്ഷൻ്റെ ഫർദർ റിയാക്ഷൻ്റെ ഇൻഡക്ഷനും ആവാം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഇത് നശിച്ചു പോവാം, അല്ലെങ്കിൽ ഇതിന് വീണ്ടും റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഇനി പ്രൈമറി പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു, ലിപ്പിഡ് ഹൈഡ്രോ പെറോക്സൈഡ് ആണെന്ന് പറഞ്ഞു. നൗ ദർ ആർ ഓൾസോ സെക്കൻഡറി പ്രോഡക്ട്സ് ദാറ്റ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലിപ്പിഡ് പെറോക്സിഡേഷൻ. അതിൽ 2 പ്രോമിനൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി പ്രോഡക്റ്റ് ഉണ്ട്. ഒന്ന് മാലൻ ഡയാൽഡിഹൈഡ്, ഇതാണ് MDA, മാലൻ ഡയാൽഡിഹൈഡ്. ദെൻ അതർ പ്രോമിനൻ്റ് വൺ ഇസ് ഹൈഡ്രോക്സി 4-ഹൈഡ്രോക്സി നൊനേനാൽ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പോൾ MDAയും 4-HNEയുമാണ് 2 പ്രോമിനൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി പ്രോഡക്ട്സ് ഓഫ് ലിപ്പിഡ് പെറോക്സിഡേഷൻ. മറ്റ് പ്രോഡക്ട്സ് ഉണ്ട്, മറ്റ് സെക്കൻഡറി പ്രോഡക്ട്സ് ഉണ്ട്, അതായത് പ്രൊപ്പനാൽ, ഹെക്സനാൽ, എക്സെട്ര. ഇതിൽ MDA എന്ന് പറയുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള സെക്കൻഡറി പ്രോഡക്റ്റ് അത് വളരെ
most mutagenic product ആണ്. It can induce mutations. So it's a highly potent mutagen. And അടുത്ത സെക്കൻഡറി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 4 ഹൈഡ്രോക്സി നൊനനാൽ ആയിരുന്നു. അത് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർക്കുക, സെക്കൻഡറി പ്രോഡക്റ്റും പ്രൈമറി പ്രോഡക്റ്റും ഉണ്ട്, സെക്കൻഡറി പ്രോഡക്റ്റും ഉണ്ട്. പ്രൈമറി പ്രോഡക്റ്റ് ഇസ് ലിപ്പിഡ് ഹൈഡ്രോപെറോക്സൈഡ്. അത് ലെസ് ഹാംഫുൾ ആണെന്നേ ഉള്ളൂ. ഇറ്റ് ക്യാൻ എയ്തർ ഇൻഡ്യൂസ് ഫെർദർ ഡാമേജ് ഓർ ഇറ്റ് ക്യാൻ ഗെറ്റ് ഇറ്റ് സെൽഫ് സ്റ്റേബിൾ by participating in further reduction reactions. പിന്നെ സെക്കൻഡറി പ്രോഡക്ട്സ് രണ്ടെണ്ണം ഉണ്ട്, എം ഡി എയും അതുപോലെ 4-HNEയും. അതിൽ എം ഡി എ ആണ് ഹൈലി മ്യൂട്ടാജനിക് ആണ്. ഈ പറയുന്ന HNE 4-HNE എന്ന് പറയുന്ന കോമ്പൗണ്ട് ഹൈലി ടോക്സിക്കും ആണ്. ഇനി നമുക്ക് ഈ എം ഡി എ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, മാലൻ ഡയാൽഡിഹൈഡ്, അത് ഒരു മാർക്കറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു ലിപ്പിഡ് ഹൈഡ്രോപെറോക്സൈഡിൽ മോളിക്യൂൾ നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുപോലെ എം ഡി എനെ നമുക്കൊരു മാർക്കറായിട്ട് ഉപയോഗിക്കാം. അതായത് എം ഡി എ നമ്മുടെ ബ്ലഡിലുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ അത് ആ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഈ പറയുന്ന എം ഡി എക്ക് മറ്റൊരു കോമ്പൗണ്ടായിട്ട് റിയാക്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് കോമ്പൗണ്ട് ഇസ് തയോ ബാർബിറ്റ്യൂറിക് ആസിഡ്. സോ എം ഡി എ റിയാക്ട്സ് വിത്ത് തയോ ബാർബിറ്റ്യൂറിക് ആസിഡ് TBA and produce a product called thiobarbituric acid reactive substances TBARS. So this is actually a red colored compound. അപ്പോൾ ഈ കളേർഡ് കോമ്പൗണ്ട്സിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാമല്ലോ. എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? കളറിമെട്രിക് എസ്റ്റിമേഷൻ വഴി നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ പറയുന്ന പ്രോഡക്റ്റ് എം ഡി എയും തയോ ബാർബിറ്റ്യൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത പ്രോഡക്റ്റായ തയോ ബാർബിറ്റ്യൂറിക് ആസിഡ് റിയാക്റ്റീവ് സബ്സ്റ്റൻസ്, റെഡ് കളേർഡ് ആയിട്ടുള്ള ഈ പ്രോഡക്റ്റിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാം യൂസിങ് കളറിമെട്രി. അപ്പം നമ്മുടെ സിറത്തിലെ ഈ എം ഡി എയുടെ അളവ് നമുക്ക് ഈ തയോ ബാർബിറ്റ്യൂറേറ്റ് റിയാക്റ്റീവ് കോമ്പൗണ്ട് അല്ലെങ്കിൽ സബ്സ്റ്റൻസസിൻ്റെ ക്വാണ്ടിറ്റി വെച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സിറത്തിൽ എന്തോരം എം ഡി എ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ എം ഡി എ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് കൂടുതലായിട്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടെന്നാണ് അർത്ഥം. കാരണം ഇത് സെക്കൻഡറി പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാർക്കറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. Okay, so that's all about lipid peroxidation.